ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അതായത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി വേക്കൻസികളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് മാത്രമല്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വേക്കൻസികളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ജോബ് എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റിൻ്റെതാണ് ഓർ അഡ്മിൻ അസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലവർ പറയുന്നത് മെയിൻറ്റെയിനിങ് ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുക, പിന്നെ ഡോക്യുമെൻസിൻ്റെ ഒക്കെ റിന്യൂവൽ, അതിൻ്റെ റെക്കോർഡെല്ലാം കീപ്പ് ചെയ്യുക, ബാക്കപ്പ് ഒക്കെ ഫോളോ ചെയ്യുക, പിന്നെ കസ്റ്റമേഴ്സ് കയ്യിൽ നിന്നും വരുന്ന എൻക്വയറീസ് കാര്യങ്ങൾ ഒക്കെ എല്ലാം ക്ലിയർ ചെയ്യുക. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ നമുക്ക് അവരുടെ കമ്പനിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റാഫ്സിനൊക്കെ ഉള്ള കാര്യങ്ങൾ, അവരുടെ ലീവ് കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻലി ഉള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ളവർ പറയുന്നത്. അത് നോർമൽ കമ്പനി വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ അല്ലാണ്ട് ഇവരുടെ റിക്വയർമെൻറ്റ് അവർ പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. പിന്നെ MS ഓഫീസിൽ നല്ല ഒരു പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഇത്രേ അവർ ചോദിച്ചിട്ടുള്ളൂ. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുന്നതിന് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ബയോഡാറ്റ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അയച്ചു കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് വെയർ ഹൗസ് മാനേജർ കം സൂപ്പർവൈസർ ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ബിസിനസ് ബേ ദുബായ് ആണ്. ഇതിലവർ സാലറി പറഞ്ഞിട്ടുണ്ട് 4500 to 6000 dirhams ആണ് സാലറി അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫ്രഷേഴ്സിനെ അവർക്ക് താല്പര്യമുണ്ട്. കൂടാണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു വേക്കൻസിയാണ്. ഇതിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കാൻഡിഡേറ്റ്സിന് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസന്റബിൾ ഹാർഡ് വർക്കിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ എക്സൽ നന്നായിട്ട് അറിയണം എന്ന് പറയുന്നുണ്ട്. സ്റ്റോക്ക് ഇൻവെന്ററി ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ഇതിൽ കാൻഡിഡേറ്റ്സിന് അവർ ഓഫർ ചെയ്യുന്നത് ഫ്രീ വിസ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ്, ഇത്രയും കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുന്നതിന് ഒരു ഇമെയിൽ ID ആണ് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ബയോഡാറ്റ അതിലോട്ട് അയച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. അത് ഫ്രഷേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ് പറയുന്നത്. ഇതിൽ അവരുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ അക്കൗണ്ടിംഗ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫിനാൻസ് അല്ലെങ്കിൽ റേറ്റിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് മതി. പിന്നെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും MS Excel ഒക്കെ നന്നായിട്ട് അറിയണം. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഉള്ളവരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഓർഗനൈസേഷൻ സ്കില്ലും അവർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു വേക്കൻസി നോക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ബയോഡാറ്റ കാര്യങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു അഡ്മിൻ അസിസ്റ്റന്റ് വേക്കൻസിയാണ്. ഫ്രഷേഴ്സിനാണ് ഈ ഒരു വേക്കൻസി പറയുന്നത്. അപ്പം അതിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ബേസിക് കമ്പ്യൂട്ടർ നോളജ്, അതായത് MS ഓഫീസ്, ഇമെയിലൊക്കെ നന്നായിട്ട് അറിയണം. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നവരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും ടീമായിട്ടുള്ള ഒരു സ്പിരിറ്റും ഉള്ളവരെയാണ് അവർ കൂടുതലും വെൽക്കം ചെയ്യുന്നത്. ഇതിൽ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് UAE ആണ്. അതിലൊരു ഫുൾ ടൈം ജോബാണ് ഇത് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഡീറ്റെയിൽ ബയോഡാറ്റ അയച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് കൺട്രോളുടെ വേക്കൻസിയാണ്. അതിലോട്ട് ഫീമെയിൽസിനും മെയിൽസിനും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഏഷ്യൻ നാഷണാലിറ്റീസിനാണ് കൂടുതൽ പ്രിഫർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ അവർ സാലറി മെൻഷൻ ചെയ്തിരിക്കുന്നത് 4500 തൊട്ട് 6000 ആണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഫിക്സഡ് സാലറിയാണ്. അതിൽ അവർ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ UAE ലോ അനുസരിച്ചുള്ള എല്ലാ ബെനിഫിറ്റും കാൻഡിഡേറ്റ്സിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ഡീറ്റെയിൽ ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് അക്കൗണ്ട് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇതിലവർ റിക്വയർമെന്റ് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇതിലോട്ട്. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ അക്കൗണ്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ MS Excel നന്നായിട്ട് അറിയണം. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ടാലി, ക്വിക്ക് ബുക്ക് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. സ്ട്രോങ് അറ്റൻഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെയാണ് അവർ പറയുന്നത്. ദെൻ അവർ പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനിലൊക്കെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ നന്നായിട്ട് അറിയണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കാം. സബ്ജക്ട് ലൈനിൽ
അക്കൗണ്ട് അസിസ്റ്റന്റ് മെൻഷൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ്. അതിൽ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ്. ഇതിലവർ സാലറി പറയുന്നത് 2500 to 2700 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അവരുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗുഡ് കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വേക്കൻസികളുമായി നിങ്ങൾക്കരികിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസികളെല്ലാം അപ്പം തന്നെ അപ്ഡേഷൻ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അത് കിട്ടിയാലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.